everyone, Techie Wizard in a പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. യെസ്, ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും പുതിയ iPhone 13 സീരീസ് ലൈനപ്പിൽ iPhone 13 ആണ് നമ്മൾ അൺബോക്സ് ചെയ്ത് ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഇതാണ് ഏറ്റവും പുതിയ ആപ്പിൾ iPhone 13ൻ്റെ പാക്കേജിങ്. ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്തൊരു പാക്കേജാണ്. ഫ്രണ്ടിലായിട്ട് നമുക്ക് 13ൻ്റെ ആ ഒരു പിക്ചർ കാണാൻ പറ്റും, ആക്ച്വൽ സൈസുള്ള ആ ഒരു പിക്ചർ. ബാക്ക് സൈഡിലായിട്ട് നോക്കുവാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇയറത്തെ പോലെ ചെറിയ പാക്കിംഗ് ആണ് വരുന്നത്. അതിനർത്ഥം ഇതിൽ നമുക്ക് ചാർജർ ലഭിക്കില്ല എന്നാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഇതാണ് ഏറ്റവും പുതിയ ആപ്പിൾ iPhone 13. ആദ്യം തന്നെ മുന്നിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഇതിൻ്റെ ആ ഒരു ഡയഗണൽ ഷേപ്പിലുള്ള ക്യാമറ പ്ലേസ്മെൻ്റ് ആണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഏക ഡിസൈൻ ചേഞ്ച് അതാണ്. എന്തായാലും നമുക്ക് ഈ ഒരു പേപ്പർ കവർ പീൽ ചെയ്യാം. യെസ്, ആ ഒരു പ്ലാസ്റ്റിക് പീൽ ഓഫ് തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷവും പേപ്പർ ആയിരുന്നു. മാത്രമല്ല ഇത്തവണ ഫ്രണ്ടിലെ ഈ ഒരു ഹോൾ പാക്കേജിൻ്റെ പ്ലാസ്റ്റിക്കും അവർ മാറ്റിയിരുന്നു. അതുകൊണ്ട് 600 മെട്രിക് ടൺ ഓഫ് പ്ലാസ്റ്റിക് അവർ സേവ് ചെയ്തെന്നാണ് പറയുന്നത്. ഡിവൈസ് കൂടാതെ പാക്കിംഗ് കണ്ടൻസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇയറത്തെ പോലെ സെയിം കണ്ടൻസ് തന്നെയാണ് ഇത്തവണയും വരുന്നത്. ലൈറ്റ്നിങ് ടു ടൈപ്പ് സി ഡേറ്റ കേബിളും പിന്നെ പേപ്പർ വർക്ക്സും ആണ്. പേപ്പർ വർക്ക്സ് നോക്കുകയാണെങ്കിലും ലാസ്റ്റ് ഇയറത്തെ പോലെ പകുതിയാക്കിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ഒരു ആപ്പിൾ സ്റ്റിക്കർ കാണുന്നുണ്ട്. അതുപോലെ കുറച്ച് ടൈനി പേപ്പർ വർക്ക്സും ഒരു സിം എഡിറ്റർ പിന്നുമാണ്. അതിൻ്റെ സൈസൊന്നും ഇതുവരെ കുറച്ചിട്ടില്ല, എന്തായാലും ഭാഗ്യമായി. അപ്പം ഇത്രയുമാണ് ഇതിൻ്റെ പാക്കിംഗ് ഡീറ്റെയിൽസ്, പാക്കിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പാക്കിംഗ് ക്വാളിറ്റിയൊക്കെ വളരെ നല്ല തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ചാർജ് ചെയ്യണമെങ്കിൽ വേറെ ചാർജർ എക്സ്ട്രാ ഇപ്പോഴും മേടിക്കണം. എനിവേ, ഇതാണ് iPhone 13. ആദ്യം തന്നെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ആ ഒരു ഡയഗണൽ ക്യാമറ പ്ലേസ്മെൻ്റ് ആണ്. ഓവറോൾ പ്രീമിയം ക്വാളിറ്റി. യെസ്, ഈ ഐഫോണിൻ്റെ അൺബോക്സിങ്ങിൽ എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വാക്ക് തന്നെയാണ് പ്രീമിയം ക്വാളിറ്റി. അത് കൂട്ടാനായിട്ട് നമുക്ക് ഈ ഒരു ബമ്പ് നോക്കുവാണെങ്കിൽ അവിടെയും ഒരു ഗ്ലാസ് ബമ്പാണ് വന്നിരിക്കുന്നത്. അതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നല്ലൊരു ക്ലീൻ ഫിനിഷ് തന്നെയാണ്, സുപ്പീരിയർ ക്വാളിറ്റി തന്നെയാണ്. റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടൺ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡായിട്ട് നമുക്ക് സൈലൻറ്റ് ആൻഡ് ജനറൽ ആക്കാനുള്ള സ്വിച്ചും വോളിയൂമിൻ്റെ റോക്കേഴ്സും വരുന്നുണ്ട്. പിന്നെ സിം ട്രേ വരുന്നുണ്ട്. പിന്നെ നമ്മൾ താഴെയായിട്ട് നോക്കുവാണെങ്കിൽ ലൈറ്റ്നിങ് പോർട്ടും സ്പീക്കേഴ്സും മൈക്സും ആണ് വരുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ആ ഒരു ഫിസിക്കൽ ഓവർവ്യൂ എന്ന് പറയുന്നത്. പിന്നെ സൈഡ് മൊത്തം അലൂമിനിയമാണ്, ആസ് യൂഷ്വൽ ലാസ്റ്റ് ഇയറത്തെ പോലെ. ഡ്യൂറബിൾ അലൂമിനിയം എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് അലൂമിനിയം ആകുമ്പം നമ്മൾ ഫൈവേഴ്സിലൊക്കെ കണ്ടുവന്ന പോലത്തെ ആ ഒരു മെറ്റീരിയൽ ആകുമ്പം അവിടെ ഇവിടെയും ഇടിച്ചു കഴിഞ്ഞാൽ, നല്ലൊരു ആഘാതത്തിൽ വീണ് കഴിഞ്ഞാൽ അലൂമിനിയത്തിന് കാര്യമായിട്ടുള്ള ഡാമേജ് ഒക്കെ വരും. പക്ഷേ പ്രോ മോഡൽസിലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്ട്സിൽ പറയുകയാണെങ്കിൽ മേജർ ചേഞ്ച് വന്നിട്ടുള്ള അല്ലെങ്കിൽ നോട്ടീസബിളി ചേഞ്ച് വന്നിട്ടുള്ളത് ക്യാമറ പ്ലേസ്മെൻറ്റിന് മാത്രമാണ്. പിന്നെ തിക്നെസ് നോക്കുവാണെങ്കിൽ ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്, 7.65 മില്ലിമീറ്റർ ആയിട്ടുണ്ട്. വെയിറ്റ് നോക്കുവാണെങ്കിൽ 173 ഗ്രാം ആയിട്ടുണ്ട്. ഒരു 9 ഗ്രാമിൻ്റെ വെയിറ്റും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നും ഡിസൈനിൽ വന്നിട്ടില്ല. പിന്നെ കളർ ഓപ്ഷൻസ് മാറിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്നത് സ്റ്റാർലൈറ്റ് എന്ന് പറയുന്ന കളറാണ്. അത് കൂടാതെ മിഡ് നൈറ്റ് എന്ന് പറയുന്ന കളറും ബ്ലൂ, പിങ്ക്, പ്രോഡക്റ്റ് റെഡ് എന്ന് പറയുന്ന കളറും അവൈലബിൾ ആണ്. ഇതിന് ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ നമുക്ക് 6.1 ഇഞ്ചിൻ്റെ സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണ്. OLED പാനലാണ്. 2532x1170 പിക്സൽസ് ആണ് റെസൊല്യൂഷൻ. 460 പിക്സൽ പെർ ഇഞ്ചാണ് ഡെൻസിറ്റി വരുന്നത്. ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ സെറാമിക് ഷീൽഡ് എന്ന് പറയുന്ന ടെക്നോളജിയാണ്. അത് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണെന്നാണ് അവർ പറയുന്നത് ഏതൊരു സ്മാർട്ട് ഫോണിനെ അപേക്ഷിച്ച്. അത് അവർ ഏകദേശം പ്രൂവ് ചെയ്തെയാണ് കഴിഞ്ഞ വട്ടം. അത് തന്നെയാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഡിസ്പ്ലേ സ്പെസിഫിക്കേഷൻ എല്ലാം ലാസ്റ്റ് ഇയർ ഐഫോണിൻ്റെ സെയിം സ്പെസിഫിക്കേഷൻ തന്നെയാണ്. ഒരു മാറ്റം വന്നിട്ടില്ല. സൈസ് ആയാലും റെസൊല്യൂഷൻ ആയാലും ഇതിൻ്റെ ഡെൻസിറ്റി ആയാലും എല്ലാം സെയിം തന്നെയാണ്. മാറ്റം വന്നിട്ടുള്ളത് ബ്രൈറ്റ്നസ്സിലാണ്. അതായത് ബ്രൈറ്റ്നസ് 800 നിറ്റ്സ് ആയിട്ടുണ്ട്. അതായത് 28% ബ്രൈറ്റ്നസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാനൽ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതുമാത്രമല്ല നോച്ചിൻ്റെ സൈസ് 20% കുറഞ്ഞിട്ടുണ്ട്. അപ്പോഴും നോച്ച് പോയിട്ടില്ല, അവിടെ തന്നെയുണ്ട്. പക്ഷേ ഈ ഒരു സൈസ് കുറവ് കാര്യമായിട്ടുള്ളൊരു മാറ്റമൊന്നും ഈ ഫോണിൽ എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ പോലും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ഒരു എൻവയൺമെൻറ്റിൽ നിങ്ങൾ സെറ്റിലാവും. സോ നിങ്ങൾ ആ ഒരു നോച്ച് പോയി എന്നുള്ള ഒരു ആശ്വാസമൊന്നും വരത്തില്ല, അവിടെ തന്നെ ഉണ്ട്. അത് കാര്യമായിട്ടുള്ള മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല. പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. iPhone 13 ലൈനപ്പിൽ നമുക്ക് സോഫ്റ്റ്വെയർ ആയിട്ട് വരുന്നത് iOS 15 ആണ്. iOS ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. വൺ ഓഫ് ദ ഒപ്റ്റിമൈസ്ഡ് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു പ്രീമിയം ഫീൽ നൽകുന്ന ഒരു OS കൂടിയാണ്. അപ്പം ആ ഒരു OS തന്നെയാണ് ആപ്പിളിൻ്റെ ഫോണിലെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പം പ്രീവിയസ് ജനറേഷനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് കൂൾ ന്യൂ ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് iOS 15 ആണ് ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ആയിട്ട് ലഭിക്കുന്നത്. ഏറ്റവും പുതിയ A15 ബയോണിക് ചിപ്പാണ് നമുക്കിതിൽ പ്രോസസ്സറായിട്ട് ലഭിക്കുന്നത്. ആപ്പിളിൻ്റേതായിട്ട് അവകാശപ്പെടാൻ പറ്റുന്ന ആപ്പിളിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചറാണ്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അവരുടെ പ്രോസസ്സർ. ഇതിൽ നമുക്ക് A15 ആണ് ലഭിക്കുന്നത്. 50% ഫാസ്റ്റർ CPU ആണ് അവർ ഓഫർ ചെയ്യുന്നത് പ്രീവിയസ് ജനറേഷനെക്കാളും. അതുപോലെ തന്നെ 30% ഫാസ്റ്റർ GPU ആണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ആപ്പിൾ എപ്പോഴും ടോപ്പ് ആയിരിക്കും. അത് ഇത്തവണയും ഫോളോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന നിലയിൽ ഞാൻ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ ആണ് ഇതിൽ ട്രൈ ചെയ്ത് നോക്കിയത്. എന്തായാലും ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് ഏറ്റവും accurate ആയിട്ട് അറിയണമെങ്കിൽ ഇതിന്റെ ഗെയിമിംഗ് പെർഫോമൻസും ഹീറ്റിംഗ് ടെസ്റ്റും ഒക്കെ കണ്ടാൽ മാത്രമേ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. എന്തായാലും ഫസ്റ്റ് ഇംപ്രഷനിൽ പ്രോസസർ ഈസ് സൂപ്പർ ഗുഡ്.
ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കുവാണെങ്കിൽ ഡുവൽ 12 മെഗാ പിക്സലിൻ്റെ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. വൈഡ് 1.6 അപ്പേച്ചറും അൾട്രാ വൈഡ് 2.4 അപ്പേച്ചറുമാണ് ലഭിക്കുന്നത്. 120 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ അൾട്രാ വൈഡ് ആംഗിൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. 2x ഒപ്റ്റിക്കൽ സൂമും 5x ഡിജിറ്റൽ സൂമുമാണ് നമുക്കിതിൽ ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ക്യാമറയിൽ മേജറായിട്ട് വന്നിരിക്കുന്ന ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷൻ. അതായത് കഴിഞ്ഞ വട്ടം പ്രോ മാക്സ് മോഡലിൽ മാത്രം ഉണ്ടായിരുന്ന ആ ഒരു സെൻസറോടെ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റെബിലൈസേഷൻ നമുക്കിപ്പോൾ ബേസ് ആയിട്ടുള്ള ഈ ഒരു 13 മോഡലിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ചേഞ്ച് ആയിരിക്കും ഇതിൻ്റെ സ്റ്റെബിലൈസേഷനിൽ വരുന്നത്. വ്ളോഗേഴ്സൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു പെർഫെക്റ്റ് ചോയ്സ് തന്നെ ആയിരിക്കും. വീഡിയോഗ്രാഫിക്ക് ഭയങ്കര വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് നൽകിയിരിക്കുന്നത്. അവിടെ തന്നെയാണ് നമുക്ക് സിനിമാറ്റിക് മോഡ് എന്ന് പറയുന്ന പുതിയ മോഡിൻ്റെ പ്രാധാന്യം വരുന്നത്. ആ സിനിമാറ്റിക് മോഡ് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു മോഡ് തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല നമുക്ക് കുറേ അധികം ഫീച്ചേഴ്സ് ഇത്തവണ ആപ്പിൾ ഈ ഒരു ക്യാമറയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി സ്റ്റൈൽസ് ആയാലും അതുപോലെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് നമുക്ക് കുറേ നല്ല രീതിയിലുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കും. നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ആയിട്ടുള്ള ഒരു UI ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ആ ഒരു സെറ്റിംഗ്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. വീഡിയോഗ്രാഫി നോക്കുവാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് 4K ആയിട്ട് 60 FPS വരെ എടുക്കാൻ പറ്റും. ബാക്കിൽ നോക്കുവാണെങ്കിൽ 4K ആയിട്ട് 24, 25, 30, 60 ഇത്രയും FPS നമുക്ക് സ്വിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ക്വാളിറ്റിയാണ്. ആപ്പിളിൽ മാത്രം അവകാശപ്പെടാനുള്ള ആ ഒരു ലെൻസ് തമ്മിൽ സ്വിച്ച് ചെയ്യുമ്പോൾ ഒപ്റ്റിമൈസേഷനും അപ്പം ആ ഒരു ഒപ്റ്റിമൈസേഷനകത്ത് ഈ ഫീച്ചേഴ്സൊക്കെ വരുമ്പോൾ വളരെ മികച്ച തന്നെയാണ്. പ്രത്യേകിച്ച് സിനിമാറ്റിക് മോഡ് നല്ല എഫക്റ്റീവാണ്. നല്ല പെട്ടെന്ന് തന്നെ ഫോക്കസിങ് സ്പീഡ് എടുത്തു പറയേണ്ട തന്നെയാണ്. അപ്പോൾ വീഡിയോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ആ ഒരു മോഡ്സ് കൊണ്ടും ആ ഒരു ഫെസിലിറ്റീസ് കൊണ്ടും ഒപ്റ്റിമൈസേഷൻ കൊണ്ടും പിന്നെ ആ ഒരു സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ടും നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. വ്ളോഗേഴ്സൊക്കെ ആണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് 4K 60 FPS ലഭിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ക്യാമറ വൈസ് അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ നോക്കുവാണെങ്കിൽ നമുക്ക് 12 മെഗാ പിക്സലാണ്. 4K ആയിട്ട് 60 FPS ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സിൽ നമുക്ക് ഫ്രണ്ടിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള സിനിമാറ്റിക് മോഡ് നമുക്ക് ഫ്രണ്ടിൽ അവൈലബിൾ ആണ്. പ്രീവിയസ് ജനറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ക്യാമറയിൽ കുറച്ച് അപ്ഗ്രേഡ്സ് വന്നിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഗ്രേഡ്സ് ആണ്. ഇനി ഇതുപോലെ തന്നെ അപ്ഗ്രേഡ് വന്നിട്ടുള്ള അല്ലെങ്കിൽ നല്ല മാറ്റം വന്നിട്ടുള്ള ഒരു മേഖലയാണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. 12ൽ നമുക്ക് 2.5 ഹവേഴ്സ് എക്സ്ട്രാ ആണ് ഇവർ പറയുന്നത്. ചാർജിങ്ങിൻ്റെ കാര്യത്തിലൊന്നും വലിയ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടില്ല. പക്ഷേ ബാറ്ററിയുടെ കാര്യത്തിൽ ഇത് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ്. റീസെൻ്റ്ലി മിസ്റ്റർ ഹൂസ് ദ ബോസ് ഒക്കെ നടത്തിയ ആ ഒരു ബാറ്ററി ടെസ്റ്റിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. 11 വെച്ച് നോക്കുവാണെങ്കിൽ നല്ലൊരു ഡ്രമാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ആണ്. 12 വെച്ച് നോക്കുവാണെങ്കിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഇതിൽ വന്നിട്ടുണ്ട്. സോ ബാറ്ററി വൈസും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഒരു പ്രോഡക്റ്റ് കാഴ്ചവെക്കുന്നുണ്ട്. ബയോമെട്രിക്സ് ആയിട്ട് നമുക്ക് ഇതിൽ ഫേസ് ID മാത്രമേ ലഭിക്കുന്നുള്ളൂ. ടച്ച് ID ഒന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ പഴയ ഫേസ് ID തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മാസ്കുള്ള സിറ്റുവേഷനിൽ iWatch ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും, അല്ലാതെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഫേസ് IDയിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. IP68 വാട്ടർ പ്രൂഫ് സർട്ടിഫിക്കേഷനാണ് ബ്രാൻഡ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതായത് 6 മീറ്റർ 30 മിനിറ്റ് വരെ നമുക്ക് വെള്ളത്തിനടിയിൽ യൂസ് ചെയ്യാൻ പറ്റും. പ്രീവിയസ് ജനറേഷനിലും സെയിം തന്നെയായിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഇനി നമുക്കിതിൻ്റെ സ്റ്റോറേജ് വേരിയൻ്റ് ആൻഡ് പ്രൈസ് നോക്കാം. 128 GB ആണ് ഇതിൻ്റെ ബേസ് മോഡലായിട്ട് വരുന്നത്. അതിന് 79,900 രൂപയാണ്. 256 GB അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന വേരിയൻറ്റിൻ്റെ പ്രൈസ് 90,000 രൂപയാണ്. 90,000 ആയി. 512 GB വേരിയൻറ്റിന് 1,10,000 രൂപയാണ്. അപ്പം ഏറ്റവും ബേസ് ആയിട്ട് 80,000 രൂപ മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ജനറേഷനെ വെച്ച് നോക്കുവാണെങ്കിൽ ബാറ്ററി, ക്യാമറ, പെർഫോമൻസ് ഈ കാര്യങ്ങളാണ് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുള്ളത്. പിന്നെ ഡിസ്പ്ലേയിലുള്ള ആ ഒരു ബ്രൈറ്റ്നസ്സിൻ്റെ ചേഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഏകദേശം സെയിം ആണ്. അപ്പോൾ ഇതിൽ പോരായ്മയായിട്ട് നോക്കുവാണെങ്കിൽ സ്റ്റിൽ ആ ഒരു ടച്ച് IDയുടെ പോരായ്മയും 120 ഹെർട്സിൻ്റെ പോരായ്മയും അങ്ങനത്തെ കുറേ പോരായ്മകൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഫാസ്റ്റ് ചാർജിങ്, അതുപോലെ വയർലെസ് ഫാസ്റ്റ് ചാർജിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും അപ്ഗ്രേഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത്രയും വില കൊടുത്താണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷനിൽ iPhone 13 ഒരു കൺക്ലൂഷൻ പറയാമോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പ്രീവിയസ് ജനറേഷൻ ആയിട്ടുള്ള iPhone 12 യൂസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഇതിലോട്ട് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ചെറിയ ഫീച്ചേഴ്സ് മാത്രമേ ലഭിക്കാൻ പോകുന്നുള്ളൂ. ഈ വന്നിരിക്കുന്ന ഈ ഒരു അപ്ഗ്രേഡ്സ് ബാറ്ററിയിലായാലും ഡിസ്പ്ലേയിലായാലും അതുപോലെ തന്നെ ക്യാമറയിലായാലും ഇതൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ മതി. ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. iPhone 11 യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള റീസണബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ iPhone 11 നിന്നും 13 വന്നിട്ടുണ്ട്. കുറേ അപ്ഗ്രേഡ്സ് വന്നിട്ടുണ്ട്. 5G ഉൾപ്പെടെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. iPhone 11 പുറകിലുള്ളവർ തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ചെയ്തു. നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ആസ് എ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.